ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളുടെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാധികാമ്മ ഒരുപാട് ശ്രമിക്കുകയാണ്. അനാർക്കലിയെ അറക്കൽ തറവാട്ടിൽ നിന്നും മാറ്റാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അതൊന്നും നടക്കുന്നില്ല കേട്ടോ. അനാർക്കലി രാധികാമ്മയ്ക്ക് ഭീഷണിയായിട്ട് തന്നെ നിൽക്കുകയാണെന്നുള്ള സത്യം നമ്മുടെ രാധികാമ്മ തിരിച്ചറിയാണ് ചെയ്യുന്നത്. ഗോവിന്ദ് അറക്കൽ വീട്ടിൽ ഇതുവരെ എത്തിയിട്ടില്ല എന്നറിഞ്ഞതിൽ ഒരു സമാധാനമൊക്കെ ഉണ്ട് നമ്മുടെ രാധികാമ്മയ്ക്ക്. പക്ഷെ ഗോവിന്ദ് എപ്പോൾ വേണമെങ്കിലും അവിടെ എത്തും എന്ന ഭയം രാധികാമ്മയ്ക്കുണ്ട് കേട്ടോ. എങ്ങാനും ഗോവിന്ദ് എത്തിക്കഴിഞ്ഞാൽ അനാർക്കലിയെ കാണും, അനാർക്കലിയോട് പിന്നെ എല്ലാ കാര്യങ്ങളും ചോദിക്കും, അല്ലെങ്കിൽ അനാർക്കലി പറയാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, അനാർക്കലിയെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഗോവിന്ദിന് നല്ല പോലെ സംശയമാവുകയും അതേപ്പറ്റി അവൻ അന്വേഷിക്കുന്ന ഉറപ്പാണ്. ഇതൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇത്രയും നാൾ ചെയ്ത കള്ളത്തരങ്ങളും തെറ്റുകളോ എല്ലാം അവൻ കണ്ടുപിടിക്കും. പിന്നെ എനിക്ക് അറക്കൽ തറവാട്ടിൽ തുടരാൻ പറ്റാത്ത വിധം ആകുന്നൊക്കെ ടെൻഷൻ അടിക്കുകയാണ് രാധികാമ്മ ചെയ്യുന്നത് കേട്ടോ. ഗോവിന്ദ് എന്നെ ചവിട്ടി പുറത്താക്കുന്നത് മാത്രമല്ല, പ്രിയയും ചിലപ്പോൾ പുറത്താക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ പ്രിയത്ത് സ്നേഹം കാണുമായിരിക്കും, കാരണം അത് അവൻ്റെ അച്ഛൻ്റെ ചോര തന്നെയാണല്ലോ. പക്ഷേ എന്നെയും വരുണിനെയും അവൻ ഒരിക്കലും പൊറുക്കാൻ പോകുന്നില്ല. അറക്കൽ തറവാടിൻ്റെ പുറത്തേക്കുള്ള വഴി എനിക്ക് തുറക്കപ്പെടുമെന്നുള്ള സത്യം രാധികാമ്മ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് കേട്ടോ. എത്രയും പെട്ടെന്ന് റിസോർട്ടിൽ നിന്നും അറക്കൽ തറവാട്ടിലേക്ക് എത്താനുള്ള തന്ത്രപ്പാടിലാണ് നമ്മുടെ രാധികാമ്മ. വേഗം മാനേജറൊക്കെ കാണുന്നുണ്ട്, എന്നിട്ട് വേഗം അവിടുന്ന് സ്ഥലം വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ എല്ലാവരും കൂടെ. അങ്ങനെ അവരെല്ലാവരും അറക്കൽ തറവാടിൽ എത്തുകയാണ് ചെയ്യുന്നത്. ശേഷമാണ് അജാസും അവർണികയും അവിടുന്ന് പോകുന്നത്. അവരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷമാണ്, കാരണം അവർ പോണതിന് മുമ്പ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമാവുമല്ലോ. അങ്ങനെ രാധികാമ്മ അറക്കൽ തറവാട്ടിൽ എത്തുമ്പോൾ അവിടെ രാധികാമ്മ അറക്കൽ തറവാട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അയ്യപ്പേട്ടനോട് വിളിച്ച് പറഞ്ഞിരുന്നു, ഞങ്ങളെല്ലാം അവിടെ എത്തുമ്പോൾ അനാർക്കലി അവിടെ ഉണ്ടാവരുത്, മാറി നിർത്തണം, വേറെ റൂമിൽ മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അയ്യപ്പേട്ടനോട്. അതുകൊണ്ട് അവർ വരുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതുപ്രകാരം തന്നെ റൂമിൽ ഇരിക്കുകയാണ് നമ്മുടെ അനാർക്കലി ചെയ്യുന്നത് കേട്ടോ. അയ്യപ്പേട്ടൻ പറഞ്ഞ പ്രകാരം അങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത് വേറെ റൂമിൽ. എല്ലാവരും വന്നതിന് ശേഷം അവരവരുടെ റൂമിലേക്ക് പോവും. പക്ഷേ രേഖയും കാഞ്ചനയും പോകുന്ന വഴിയിൽ നമ്മുടെ അനാർക്കലിയെ കാണുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അനാർക്കലിയെ കാണുമ്പോൾ ഇതാരാന്നൊക്കെ ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ അനാർക്കലി തന്നെ പറയും, ഇവിടുത്തെ രാധികാമ്മയുടെ വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ടാണ്. അങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത്രയും നാൾ ഞാൻ പുറത്തായിരുന്നു, ഇപ്പോഴാണ് എത്തിയത് എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ അനാർക്കലി ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ രാധികാമ്മേനെ. ശേഷം രേഖ കാഞ്ചനയും അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ അനാർക്കലിയോട് 10 കോടി രൂപ എന്ന കാര്യമൊക്കെ സംസാരിക്കുകയാണ് ചെയ്യുന്നത് രാധികാമ്മ. എന്നിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്, ഈ 10 കോടി രൂപ ഈ പറഞ്ഞ ചെറിയ എമൗണ്ട് അല്ലല്ലോ, എങ്ങനെ ഉണ്ടാക്കാനാണ്? എൻ്റെ ബാങ്ക് അക്കൗണ്ടിലും ബാലൻസ് ഇല്ല, എൻ്റെ കയ്യിൽ പൈസ ആയിട്ട് തരാനുമില്ല, ഞാൻ എങ്ങനെ തരാനാണ്? എത്രയും പൈസ എങ്ങനെ ഒപ്പിക്കാനാണെന്നൊക്കെ രാധികാമ്മ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അനാർക്കലി ഭീഷണിപ്പെടുത്താണ്, നീ തന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ഗോവിന്ദനോട് ചോദിക്കാം, നിൻ്റെ കൂടെ ചേർന്ന് ഞാൻ ചെയ്ത എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടുനിന്ന് എന്നോട് തന്നെ നീ ഇങ്ങനെ നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം, നീ വെറുതെ നുണ പറയുകയാണ്, നിൻ്റെ കയ്യിൽ കാശ് എന്തായാലും ഉണ്ടാവും, എനിക്ക് നിന്നെ പോലെ തന്നെ നല്ല പോലെ ജീവിക്കണം, എനിക്ക് കാശ് കിട്ടിയേ മതിയാവൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനാർക്കലി ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ രാധികാമ്മ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ച് അനാർക്കലിയെ അവിടുന്ന് പുറത്ത് വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മുടെ പ്രിയ ആകെ ടെൻഷനാവാണ്, കാരണം പ്രിയ വന്ന് നോക്കുമ്പോൾ ഗോവിന്ദ് അവിടെ എത്തിയിട്ടില്ല. ആകെ ടെൻഷനാവാണ്, എൻ്റെ ഏട്ടൻ എന്ത്, എനിക്ക് ആകെ സങ്കടമാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ആകെ കരഞ്ഞ് ബഹളം വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഇതുകൂടി പറയുന്നുണ്ട്, ഞാനാണ് അവരുടെ ജീവിതം ഇങ്ങനെ ആക്കിയത്, എങ്ങോട്ട് പോയെന്ന് എനിക്ക് അറിയില്ല, എല്ലാത്തിനും കാരണം ഞാനാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വിനോദിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീയാണ് എല്ലാത്തിനും കാരണം, നീ പറഞ്ഞിട്ടല്ലേ അവർക്ക് ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് അവർ നിന്നത്, നിൻ്റെ നിർബന്ധപ്രകാരമല്ലേ അവർ കല്യാണമൊക്കെ കഴിച്ചത്, നീയും വിവാഹം നടക്കാൻ ഗോവിന്ദേട്ടനും ഗീതു ചേച്ചിയും വിവാഹം നടക്കണമെന്ന് വാശി പിടിച്ചത് നീയല്ലേ, അവർക്ക് ഇതുവരെ ഭാര്യ ഭർത്താവായി ജീവിക്കാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ സങ്കട സീനായിട്ട് ആകെ കരച്ചിലാണ് കേട്ടോ പ്രിയ. ഇതെല്ലാം കണ്ട് രാധികാമ്മ നല്ല സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. ഗീതുവിനെയും ഗോവിന്ദനെയും അവർ പ്രിയ തന്നെ വേർപെടുത്തിക്കോളും എന്നൊക്കെ പറഞ്ഞ് നല്ലപോലെ ഹാപ്പി ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ, നല്ലപോലെ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. നീ ഇങ്ങനെ കരയല്ലേ, നിൻ്റെ വയറ്റിലെ കുഞ്ഞില്ലേ എന്നൊക്കെ രേഖ വന്ന് പ്രിയയോട് വന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രിയ പറയാണ്, കുഞ്ഞുണ്ടെന്ന കാര്യം കുഞ്ഞിൻ്റെ അച്ഛന് പോലും ബോധമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആകെ ദേഷ്യത്തിലിങ്ങനെ പറയുകയാണ് കേട്ടോ വിനോദിനെ നോക്കിയിട്ട്. അപ്പോൾ
വിനോദിനിങ്ങനെ ദേഷ്യം വരുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് തെറ്റാ ചെയ്തേ എന്നൊക്കെ ചോദിക്കാണ്ട് ചെയ്യുന്നേ കേട്ടോ. അപ്പോൾ നമ്മുടെ അത് മാത്രമല്ല, വിനോദ് പറയുന്നുണ്ട് ഗീതു ചേച്ചിയും ഗോവിന്ദേട്ടനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല, അവർ നല്ല സ്നേഹത്തിൽ തന്നെയാണ് കഴിയുന്നത്, എല്ലാം നിൻ്റെ തോന്നലാണ് എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രിയ പറയുന്നുണ്ട്, വെറുതെ പറയുക, നീയാണ് എല്ലാത്തിനും കാരണം, മാത്രമല്ല ഗീതു ചേച്ചിയും ഗോവിന്ദും എത്രയും വേഗം പിരിയണം എന്നൊക്കെ പറഞ്ഞ് തട്ടിക്കയറുകയാണ് ചെയ്യുന്നത് കേട്ടോ വിനോദിൻ്റെ അടുത്ത്. നിനക്ക് ഭ്രാന്ത എന്ന് പറഞ്ഞ് നമ്മുടെ വിനോദ് മറുപടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വിനോദ് ഈ സംസാരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് വിനോദ് പോകാൻ നിൽക്കുകയായിരിക്കും. അപ്പോൾ പോകരുതെന്ന് പറഞ്ഞ് ഫ്രണ്ടിൽ കയറി നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സ്റ്റെപ്പിൻ്റെ അടുത്തായിരിക്കും നിൽക്കുക നമ്മുടെ പ്രിയ. അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. സ്റ്റെപ്പിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ അവിടുന്ന് പെട്ടെന്ന് നമ്മുടെ വിനോദിനെ ഇങ്ങനെ തടുത്ത് നിർത്തുകയാണല്ലോ, പോകണ്ട, ഞാൻ ചോദിക്കണേ, ഇനി മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് വാശി പിടിച്ചിങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പം നമ്മുടെ വിനോദ് ജസ്റ്റ് ഒന്ന് മാറുമെന്ന് പറഞ്ഞ് തട്ടുമ്പോൾ അറിയാതെ നമ്മുടെ നിറവയറും ആയിട്ടുള്ള പ്രിയ, ഇത് സഹിക്കാൻ പറ്റില്ല, ആ ഒരു സ്റ്റെപ്പിൽ കൂടി അങ്ങോട്ട് ഇറങ്ങി ആകെ ഉരുണ്ടുരുണ്ട് വീണ് ആകെ ബ്ലഡൊക്കെ ആയിട്ട് ആകെ തല കറങ്ങി അവിടെ കിടക്കുമായിരിക്കും കേട്ടോ. ഈശ്വര, അത് കാണാൻ പറ്റാത്തൊരു സീൻ തന്നെയാണ്, നമുക്ക് ആർക്കും അത് സഹിക്കില്ല. എന്നിട്ട് പിന്നെ വേഗം നമ്മുടെ ആ സമയത്തായിരിക്കും ഗീതു ഗോവിന്ദും എല്ലാം തുറന്നു പറയാൻ വേണ്ടിയിട്ട് വരികയായിരിക്കും കേട്ടോ, രണ്ടുപേരും കൂടി. അപ്പോൾ ഈ സമയത്തായിരിക്കും ഇങ്ങനെ വീണതൊക്കെ കാണാം. എന്നിട്ട് നമ്മുടെ പ്രിയനെ വേഗം കോരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് നല്ല സീരിയസ് ആയിട്ട് തന്നെ ആണെന്ന് ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കുട്ടി പോവും, കുഞ്ഞു മരിക്കും, അമ്മയുടെ കാര്യം ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞ് തന്നെ അങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ടൊരു അടിയന്തര സർജറി വേണമെന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. രാധിക അമ്മയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്, അയ്യോ ഒന്നും പറഞ്ഞിട്ട്, പ്രിയ ഇങ്ങനെ വീണല്ലോ, നല്ല കരച്ചിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയം ഗീതുവിനെ അവിടെ കാണുമല്ലോ. ഗീതുവിനെ കണ്ടിട്ട് ഇവളെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശേഷം നമ്മുടെ രാധികാമ്മ വിനോദിൻ്റെ കോളറിൽ പിടിച്ചിട്ട്, നീ എൻ്റെ മോളെ ഇങ്ങനെ ചെയ്തില്ലേ, നീ എന്താ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിച്ചില്ലേ എൻ്റെ മോളെ എന്നൊക്കെ പറഞ്ഞ് നല്ലപോലെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു അവസ്ഥയിൽ കാണുന്നതുകൊണ്ട് സഹിക്കാൻ വയ്യാണ്ട് രാധികാമ്മ അങ്ങനെ വിനോദിൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ അതിന് ശേഷം രാധികാമ്മ ഗോവിന്ദനോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്, വിനോദിൻ്റെ പെങ്ങളെ കൂടെ കൊണ്ട് നടന്നിട്ട് ഇനി എന്തിനാണ്, കാരണം എൻ്റെ മോൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കിയത് വിനോദല്ലേ, വിനോദിൻ്റെ പെങ്ങളല്ലേ ഗീതു, ഇവളെ എന്തിനാണ് ഇനി ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നത്, ഇനി ഇവളെന്തിനാണ് ഇവിടെ വന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചൂടാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗോവിന്ദ് നമ്മുടെ ഗീതുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയും, ഒന്നിനു വേണ്ടിയും ആർക്ക് വേണ്ടിയും ഞാൻ ഇവളെ ഉപേക്ഷിക്കില്ല, എൻ്റെ ഭാര്യയാണ്, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നായവരാണ് ഞങ്ങൾ, ഇനി ഒന്നിനു വേണ്ടിയും ആർക്ക് വേണ്ടിയും വിട്ടുകൊടുക്കില്ല. ഇത് പറഞ്ഞ് കേട്ടതും നമ്മുടെ രാധികാമ്മയുടെ കാര്യം പിന്നെ പറയണോ, രാധികാമ്മ ഒന്നും പറയാൻ പറ്റാത്ത പോലെ ആകെ ഷോക്കായി നിൽക്കുകയാണ്. ഇത് ഗോവിന്ദ് തന്നെയാണോ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. ആ ഒരു നമ്മുടെ ഗീതുവിനെ പറ്റി ഇങ്ങനെ ഗോവിന്ദ് പറഞ്ഞത് കേൾക്കുമ്പോൾ ഒരിക്കലും വിചാരിക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ ഗോവിന്ദ് ഇതുകൂടി പറയുന്നുണ്ട്, ആരേക്കാളും ഒന്നാം സ്ഥാനം ഗീതുവിനാണ്, പിന്നെ പ്രിയയ്ക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഗോവിന്ദ്. രാധികാമ്മ ഇതെല്ലാം കണ്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണല്ലോ അവർ തമ്മിൽ ഇങ്ങനെ സ്നേഹത്തിലാവുന്ന, ഒരിക്കലും വിചാരിച്ച കാര്യമല്ല രാധികമ്മ. കാരണം അവരെപ്പോഴെങ്കിലും ഒന്ന് അകന്ന് കിട്ടിയാൽ മതി, ഡൈവോഴ്സിന് കൊടുക്കണം എന്നുള്ള ഒരു പ്ലാനിലാണല്ലോ നമ്മുടെ രാധികമ്മ. ആ സമയം ഇവർ പെട്ടെന്ന് അന്ന് പിണങ്ങി പോവുകയും ചെയ്തതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആവുന്ന ഒരിക്കലും രാധികാമ്മ വിചാരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ അടുത്ത ആഴ്ചയിൽ വരുന്ന എപ്പിസോഡിലൊക്കെ വളരെ രസകരമായിരിക്കും. അതുപോലെ നമ്മുടെ പ്രിയയുടെ കാര്യം വല്ലാത്തൊരു സങ്കടം തന്നെയാണ് കേട്ടോ. നമുക്ക് പ്രേക്ഷകരായ നമുക്കതൊരു സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിൽ ഗീതുവിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഗോവിന്ദ് ഒരുപാട് കാര്യങ്ങൾ രാധികാമ്മയായിട്ട് തർക്കങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്, അതൊക്കെയായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ കൂടുതൽ വീഡിയോയ്ക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.